ഏതായാലും ഈ രണ്ടുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടില്ല, ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ജയിക്കും. ബി ജെ പി മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ ഒരു കാരണവശാലും മഞ്ചേശ്വരം ജയിക്കില്ല, ഇവിടെ ഷാനവാസും ജയിക്കില്ല, ഇവിടെ UDF ജയിക്കും. ദേവരാജ്യത്തിനപ്പുറത്തേക്ക് ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയല്ലേ, അപ്പം സ്വാഭാവിക ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ആരോപണം ഉന്നയിക്കാം. ആത്മവിശ്വാസത്തോടെ പറയാണോ ഈ SDPI സ്ഥാനാർത്ഥി UDF സമ്മതം ചെലുത്തി പിൻവലിക്കുന്നത് SDPI സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്? അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി MLA എന്നുള്ള നിലയിൽ 5 വർഷക്കാലം വലിയ തോതിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അഷ്റഫിൻ്റെ പ്രവർത്തനത്തെ എല്ലാവരും വളരെയേറെ പ്രകീർത്തിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഡീൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. SDPI സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു. ഒരു മിനിറ്റ്, അതിനെതിരായി 2-3 പേര് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അപ്പോൾ SDPI ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്, PDP ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെ വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളുടെ വോട്ട് വേണ്ടെന്ന് പറയും. അതാ പറഞ്ഞത്, അത് പറഞ്ഞാൽ മതി. അല്ലല്ല, EP ജയരാജൻ പറഞ്ഞത് കാര്യമില്ല, MV ഗോവിന്ദൻ പറയട്ടെ. അതാണ് ഞങ്ങൾ ആരുടെ വോട്ടും വാങ്ങിക്കും എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് പോലെ കാണാൻ പറ്റാതെ ഡീലെന്ന് ആരോപിക്കുകയും അതല്ല, SDPI ഔദ്യോഗികമായ കൂട്ടുകെട്ടുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നുള്ളിടത്ത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ? ഞങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ, ഞങ്ങൾ അവരുമായിട്ട് ബന്ധമുണ്ടാക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകൾ അതിനേക്കാൾ വലിയ തീവ്രവാദ സ്വഭാവമുള്ള SDPI ആയിട്ട് കൂട്ടുകൂടും. അല്ല, പറയുന്നില്ലല്ലോ ഇത്തവണ. അതല്ല, അത് പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ പരസ്യമായിട്ട് ഈ രീതിയിൽ AK അഷ്റഫ് SDPI വിരോധം കൃത്യമായിട്ട് എപ്പോഴും പൊതുയോഗങ്ങളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. SDPI വോട്ട് വേണ്ടെന്ന് പലതവണ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട. AK അഷ്റഫ് വൻ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിക്കും. സുരേന്ദ്രൻ ജയിക്കുന്ന പ്രശ്നമില്ല. സുരേന്ദ്രനെ ജയിപ്പിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയാം, അത് നടക്കാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉണ്ടല്ലോ ഹരിയാനയിൽ. എനിക്കറിയില്ല. 7 കോടിയുടെ അഴിമതി ആരോപണം. KC വേണുഗോപാലിന്റെ PA തന്നെ മാറ്റേണ്ടി വന്നു. ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് 7 കോടി വാങ്ങിച്ചു. അതിന് തെളിവുകൾ പുറത്തു വന്നപ്പോൾ PA തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം. അതെങ്ങനെയാണ് കാണുന്നത്? അതിന്റെ വിശദാംശം എന്തായാലും